തിരുവനന്തപുരത്തു നിന്നും പാങ്ങോട് ദേശത്തേക്ക് പോകുമ്പോൾ ഒരു കൊടും വളവുണ്ട്. വെറും ഒരു എസ് വളവായ ആ വളവ് എങ്ങനെ ഒരു പ്രേത വളവായി മാറി? പകൽ സമയങ്ങളിൽ പോലും ഒറ്റയ്ക്ക് ആ വഴിയെ പോകുമ്പോൾ ഏതൊരാളും തെല്ലൊന്ന് ഭയപ്പെടും. കേരളത്തിലെ നമ്പർ 1 ഹോണ്ടഡ് പ്ലേസ് എന്നെല്ലാവരും പറയുന്ന സുമതി വളവിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ കഥയിലേക്ക് കിടക്കാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അദൃശ്യകരങ്ങൾ. തിരുവനന്തപുരം പാലോടിനടുത്ത് മയിലുംമൂട് എന്ന മലയോര ഗ്രാമത്തിലേക്ക് പോകുമ്പോഴാണ് പ്രസിദ്ധമായ സുമതി വളവ്. പാലോട് നിന്നും കല്ലറയ്ക്ക് പോകുമ്പോൾ റിസർവ് ഫോറസ്റ്റിൻ്റെ ഭാഗമാണ് പിന്നീട് അങ്ങോട്ട്. മുന്നോട്ട് പോകുന്തോറും കാടിൻ്റെ ഭാവം മാറുന്നു. ഒരു കൊടുംവളവിലേക്ക് എത്തുമ്പോൾ അവിടെ നമ്മുടെ കണ്ണുടക്കും. ഇതാണ് സുമതി വളവ്. വളവിലെ കഥയിലുള്ള സുമതി എന്ന സുന്ദരി അത്ര സാമ്പത്തികമായി മെച്ചമില്ലാത്ത കുടുംബത്തിലായിരുന്നു. അതുകൊണ്ട് അവൾ താണു മുതലാളിയുടെ വീട്ടിലെ വേലക്കാരിയായിരുന്നു. ചെറുപ്പക്കാരിയായ സുമതി ജോലിക്കിടയിലും പഠിക്കാൻ സമയം കണ്ടെത്തിയിരുന്നു. ഇതിനിടയിൽ താണു മുതലാളിയുടെ മകനായ രത്നാകരനുമായി സുമതി പ്രണയത്തിലായി. ഈ പ്രണയം സുമതിയുടെ ജീവിതത്തെ വലിയൊരു ദുരന്തത്തിലേക്കാണ് കൊണ്ടുചെന്നെത്തിച്ചത്. രത്നാകരനുമായിട്ടുള്ള ആ അടുപ്പം പതിയെ വളർന്നു. വിവാഹം ചെയ്യാമെന്ന രത്നാകരൻ്റെ ഉറപ്പിൻ്റെ പേരിൽ സുമതി ഗർഭിണിയായി. എന്നാൽ ഗർഭിണിയാണെന്നറിഞ്ഞതോടെ രത്നാകരൻ്റെ ഭാവം മൊത്തം മാറി. വിവാഹം കഴിക്കണമെന്ന സുമതിയുടെ നിർബന്ധം കൂടിയായപ്പോൾ ചതിക്കാനുള്ള ഒരുക്കത്തിലായി അയാൾ. പാങ്ങോട് മധുരദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തിനാണ് സുമതിയുടെ കുപ്രസിദ്ധമായ ആ അരുംകൊല നടക്കുന്നത്. 1953 ജനുവരി 27 ചൊവ്വാഴ്ച രാത്രി ഏകദേശം 10 മണി സമയം. ഉത്സവം കാണിക്കാമെന്ന് പറഞ്ഞ് സുമതിയെയും കൂട്ടി രത്നാകരൻ അംബാസഡർ കാറിൽ യാത്ര ആരംഭിച്ചു. ഒപ്പം സുഹൃത്ത് രവീന്ദ്രനും ഉണ്ടായിരുന്നു. വഴികളെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാതിരുന്ന സുമതിയെ പറ്റിക്കാൻ വളരെ എളുപ്പമായിരുന്നു. ഉത്സവത്തിന് പോകാനുള്ള എളുപ്പവഴി എന്ന് പറഞ്ഞ് രത്നാകരനും സുഹൃത്തും സുമതിയെ ഉൾക്കാട്ടിലേക്ക് നടത്തി. എന്നാൽ അല്പദൂരം നടന്നപ്പോൾ സുമതിക്ക് ചതി മനസ്സിലായി. അലറി വിളിച്ച് അവൾ ഓടി. ഉൾക്കാട്ടിൽ ആരാണ് അത് കേൾക്കാനുള്ളത്? അവളുടെ നിലവിളി ശബ്ദം ആ ഉൾക്കാട്ടിൽ തന്നെ ഒതുങ്ങി. കാട്ടുവള്ളികൾ കൊണ്ട് അവളുടെ 2 കൈകൾ കൂട്ടിക്കെട്ടി കാട്ടിലൂടെ വലിച്ചിഴിച്ച് രത്നാകരനും രവീന്ദ്രനും നടന്നു. പക്ഷേ രത്നാകരനും രവീന്ദ്രനും ഒരു അബദ്ധം പറ്റി. കാടെന്ന് ധരിച്ച് അവർ ആ എസ് വളവിൻ്റെ റോഡിലേക്ക് തന്നെയാണ് തിരികെ എത്തിയത്. അവിടെ വെച്ച് സുമതിയുടെ കഴുത്തിൽ അയാൾ കത്തി കുത്തിയിറക്കി. ഒരിക്കലും ശല്യമാകില്ല എന്ന് കെഞ്ചിയിട്ട് പോലും സുമതിയെ ക്രൂരമായി അവർ കൊലപ്പെടുത്തി. ആ ക്രൂരതയ്ക്ക് ശേഷം വളവിലെ ഏതോ മരത്തിൽ സുമതിയുടെ ശരീരം ചാരി വെച്ചിട്ട് ഇരുവരും രക്ഷപ്പെട്ടു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് ആദിവാസികൾ സുമതിയുടെ ശരീരം അവിടെ കണ്ടെത്തുന്നത്. അന്നത്തെ കൊലപാതകങ്ങളുടെ പതിവ് പോലെ പ്രതികൾ രക്ഷപ്പെട്ടില്ല എന്നതാണ് ശ്രദ്ധേയം. 6 മാസങ്ങൾക്ക് ശേഷം രത്നാകരനും രവീന്ദ്രനും പോലീസ് പിടിയിലായി. 15 വർഷങ്ങൾക്ക് ശേഷം ഇരുവരും ജയിൽ മോചിതരാകുകയും വലിയ കാലതാമസമില്ലാതെ മരിക്കുകയും ചെയ്തു. കഥയിലെ നായികയും വില്ലന്മാരുമെല്ലാം ഓർമ്മകളിലേക്ക് മറഞ്ഞെങ്കിലും കഥകൾക്കും കാഴ്ചകൾക്കും ഇന്നും കുറവില്ല. വെള്ളവസ്ത്രം ധരിച്ചൊരു സ്ത്രീരൂപം റോഡരികിൽ പലപ്പോഴും നിൽക്കുന്നത് കണ്ടെന്ന് പലരും പറയാറുണ്ട്. റോഡരികിലുള്ള കാടിനടുത്തു നിന്ന് ഒരു സ്ത്രീയുടെ ഉച്ചത്തിലുള്ള കരച്ചിൽ കേൾക്കാറുണ്ടെന്നും പറയപ്പെടുന്നു. സ്വസ്ഥമായി യാത്ര ചെയ്യുന്നതിനിടയിൽ പെട്ടെന്ന് ചുറ്റും അലർച്ചകൾ. വാഹനങ്ങളുടെ എഞ്ചിനുകളും ലൈറ്റുകളും തനിയെ ഓഫായി പോകുന്നു. ബൈക്ക് യാത്രക്കാർ ബൈക്കിൽ നിന്നും തനിയെ എടുത്തെറിയപ്പെടും. ടയറുകളുടെ കാറ്റ് പോകും. പെട്ടെന്ന് മിന്നൽ പോലെ ഒരു സ്ത്രീരൂപം വഴിയിൽ. ഈ കാഴ്ചയും കഥകളും മലയാളികളെ പീഡിപ്പിക്കാൻ തുടങ്ങിയിട്ട് 70-ലധികം വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഈ സംഭവത്തിൻ്റെ ചൂട് പിടിച്ച് നിരവധി കെട്ടുകഥകൾ പ്രചരിക്കുന്നുണ്ടെങ്കിലും എന്തൊക്കെയോ ഒരു ദുരൂഹത ഈ പ്രദേശത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ അനുഭവപ്പെടാത്തവർ ചുരുക്കമാണ്. സാഹസികത ഇഷ്ടമുള്ളവർക്ക് ബക്കറ്റ് ലിസ്റ്റിലേക്ക് ചേർക്കാവുന്ന ഒരിടം കൂടിയാണ്
സുമതി വളവ്. എങ്കിലും ഈ റോഡിലേക്ക് കാഴ്ചകൾ തേടിപ്പോകുമ്പോൾ അതിനേക്കാൾ ഭീകരമായ ഒരു കഥയായിട്ടാണ് കൊല ചെയ്യപ്പെട്ട സുമതി ബാക്കിയായത് എന്ന സത്യം കൂടി നിങ്ങളറിയണം. അതുപോലെ തന്നെ വിരുതുള്ള ചില നാട്ടുകാർ സാരിയുടുത്ത ആളുകളെ ഈ വളവിൽ ഭയപ്പെടുത്തിയ അനുഭവങ്ങളുമുണ്ട്. അങ്ങനെയുള്ള ആൾപ്രേതങ്ങൾ പോലീസ് കസ്റ്റഡിയിലാകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ കൊടും വളവ് തേടിയെത്തുന്നവരുടെ എണ്ണത്തിൽ ഇന്നും കുറവില്ല എന്നതാണ് ശ്രദ്ധേയം. സുമതി വളവ് എന്ന സിനിമ വളരെ അടുത്ത് തന്നെ റിലീസാകുകയാണ്. സുമതി വളവിൻ്റെ അണിയറ പ്രവർത്തകർക്കും അഭിനേതാക്കൾക്കും എൻ്റെ ആശംസകൾ നേരുന്നു. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്നെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു കഥയുമായി വരുന്നതുവരെ ദിസ് ഈസ് സൈനിങ് ഓഫ് അദൃശ്യക്കരങ്ങൾ.